കോഴിക്കോട് മുക്കത്ത് പീഡനശ്രമം ചെറുക്കുന്നതിനിടെ യുവതി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയ സംഭവത്തിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. ലോഡ്ജ് ഉടമ ദേവദാസിനെ കുന്നംകുളത്ത് നിന്നാണ് പോലീസ് പിടികൂടിയത്. പ്രതികളായ 3 പേരും ഇരയുടെ താമസ സ്ഥലത്ത് എത്തിയതിന് തെളിവുകളുണ്ടെന്ന് താമരശ്ശേരി ഡിവൈഎസ്പി AP ചന്ദ്രൻ പറഞ്ഞു. ഹൈക്കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം തേടുകയായിരുന്നു ഒന്നാം പ്രതി ദേവദാസിന്റെ ലക്ഷ്യം. ഇതിന് അഭിഭാഷകനെ കാണാനായി കൊച്ചിയിലേക്ക് പോകുന്നതിനിടെയാണ് കുന്നംകുളത്ത് വെച്ച് പിടിയിലാകുന്നത്. പ്രതി സ്വന്തം വാഹനം കോഴിക്കോട് ഉപേക്ഷിച്ച ശേഷം ബസ്സിലാണ് യാത്ര ചെയ്തിരുന്നത്. മുക്കം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്ത ശേഷം പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി. സംഭവ സ്ഥലത്തേക്ക് BJP പ്രതിഷേധവുമായി എത്തി. തെളിവെടുപ്പ് സമയത്തുൾപ്പെടെ പ്രതിക്ക് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. കൂട്ടുപ്രതികളെയും ഉടൻ പിടികൂടുമെന്ന് താമരശ്ശേരി ഡിവൈഎസ്പി AP ചന്ദ്രൻ. അങ്ങനെ നമ്മൾ ബസ്സിലെ ടിക്കറ്റും മറ്റു കാര്യങ്ങളും വെരിഫൈ ചെയ്തു. ഇയാളെ പോയ ബസ് ഞങ്ങൾ കണ്ടുപിടിച്ചു. ഇയാൾ എറണാകുളത്തേക്ക് പോകുമായിരുന്നു. എറണാകുളത്തേക്കുള്ള ബസ്സാണ് അത്. എന്തിന്റെ ഭാഗമാണെന്നുള്ളത് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ. കുട്ടിയുടെ മൊഴി സ്ത്രീയുടെ മൊഴി അനുസരിച്ചാണ് നമ്മൾ FIR ഇട്ടത്. ആ എഫേർട്സിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അറസ്റ്റ്. ഇനി മറ്റു 2 പ്രതികളെയും കൂടി നമുക്ക് കിട്ടാനുണ്ട്. അത് ഉടനെ അറസ്റ്റ് ചെയ്യും. പ്രധാന പ്രതിയെ പിടികൂടിയതിൽ സന്തോഷമെന്ന് യുവതിയുടെ കുടുംബം 24നോട് പറഞ്ഞു. ഒന്നാം പ്രതിയായ ദേവദാസിനെ കുന്നംകുളത്തേക്ക് പിടികൂടിയതിന്റെ കാര്യം അറിഞ്ഞിട്ടുണ്ട്. അതിൽ സന്തോഷമുണ്ട്. ബാക്കി 2 പ്രതികളോടും പിടികൂടുന്നു പോലീസിൽ നല്ല വിശ്വാസമുണ്ട്. പ്രതിഷേധം കണക്കിലെടുത്ത് പ്രതി ദേവദാസുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് സംഘം മടങ്ങി. പിടികൂടാനുള്ള 2 പ്രതികളെ കൂടി കസ്റ്റഡിയിലെടുത്ത ശേഷമായിരിക്കും ഇനിയുള്ള തെളിവെടുപ്പും ഇനിയുള്ള ചോദ്യം ചെയ്യലും നടക്കുക. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.